മല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖമായിരിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ, ലിവർപൂളിന്റെ ട്രാൻസ്ഫർ ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ക്ലബ് റെക്കോർഡ് സൈനിങ് ഫ്ലോറിയൻ വിറ്റ്സ്. എനിക്ക് തോന്നുന്നു ബയണിലേക്ക് പോകുന്നുള്ള ന്യൂസൊക്കെ കഴിഞ്ഞ് കുറെ മാസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് അടിപൊളി സൈനിങ് ആണ്, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ടെക്നിക്കൽ എബിലിറ്റി നോക്കിയാലും പുള്ളിയുടെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഫുട്ബോൾ ഇന്റലിജന്റ് ക്യാരി ചെയ്യുന്ന ഒരു പ്രോപ്പർ പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒന്ന് EPL ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സെറ്റ് ആവുന്നതാണ് വിചാരിക്കുന്നത്. എന്താണ് സൈനിങ്ങിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈനിങ് ആണ്. എനിക്ക് തോന്നുന്നത് അവൻ കൊളോണിന്ന് ലെവർക്യൂസനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അവന് 17 വയസ്സുള്ള സമയത്ത് അപ്പം മുതൽ നമ്മൾ മൈക്കിൾ എഡ്വേർഡ്സ് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വി വെയർ ബിഹൈൻഡ് ദ പ്ലെയർ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമ്മൾ സൈൻ ചെയ്തു. അപ്പോൾ ഫെബ്രുവരി മുതൽ വി വെയർ ഇൻ ടോക്സ് ടു ദ ക്യാമ്പ് പ്ലെയറിൻ്റെ. അതൊക്കെ ഇപ്പോഴാണ് പുറത്ത് വരുന്നത്, ആർക്കും അറിയില്ലായിരുന്നു അതൊന്നും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇത്ര ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സത്യം പറഞ്ഞ കാര്യം. ആദ്യം ഇപ്പോൾ ഒരു 86 മില്യൺ പൗണ്ടിൻ്റെ ഒക്കെ ബിഡാണ് അവർ ഇട്ടത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യും, എനിക്ക് അത് റിജക്റ്റ് ചെയ്യുന്ന അറിയായിരുന്നു. അപ്പോൾ 100 മില്യൺ പൗണ്ട്സിൻ്റെ ബിഡിന് പോയി, അതും റിജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വീൽ ബാക്ക് ഓഫ്. കാര്യം പറഞ്ഞില്ലേ, അൺറിയലിസ്റ്റിക് ആയി തുടങ്ങി ഇത് മണി വി ആർ ഗോയിങ് ടു സ്പെൻഡ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് പോയ സ്ഥിതിക്ക് വി ആർ ഗെറ്റിംഗ് എന്ന് തന്നെ മനസ്സിലായി. ക്ലബ് ആർ ഡിറ്റർമിൻ ടു ഗെറ്റും, അത് തന്നെ നടന്നു. അപ്പോൾ ടോപ്പ് ക്ലാസ് സൈനിങ് ആണ്, വേൾഡ് ക്ലാസ് സൈനിങ് ആണ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ബുണ്ടസ് ലീഗയിൽ നിന്ന് വരുന്ന ടാലൻസ് പ്രീമിയർ ലീഗിൽ വരുമ്പോൾ ഫ്ലോപ്പ് ആവും എന്നുള്ളൊരു ഇത് വരാറുണ്ട് എപ്പോഴും. പക്ഷേ സ്റ്റിൽ ഇത് അങ്ങനെയല്ല. ഈസ് എ വേൾഡ് ക്ലാസ് ടാലൻറ്റ്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ ഈ സുപ്പീരിയർ ടു എനി വൺ അവൻ്റെ പൊസിഷനിൽ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ കാര്യം ചാമ്പ്യൻസ് ലീഗിൽ തന്നെ 8-9 മാച്ച് കളിച്ചാൽ ഹീസ് വൺ 6 മാൻ ഓഫ് ദ മാച്ച് അവാർഡ്സ്. അതിലൊന്നും ഞങ്ങളുടെ അഗേൻസ്റ്റ് കളിച്ചപ്പോൾ കിട്ടിയില്ല, ബിക്കോസ് അവർ തോറ്റതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹീസ് വെരി ഗുഡ്, ഈസ് സോ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. അപ്പോൾ ഇപ്പം ഏറ്റവും ഇതെടുത്ത് കഴിഞ്ഞാൽ തന്നെ 2 സീസണിൽ ആകെ 2 പ്ലേയേഴ്സിനേ ഉള്ളൂ 20+ അസിസ്റ്റ്സ്. അത് ഒന്ന് സലയും ഒന്ന് വേർഡ്സും ആണ്. സോ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഹീ സോ സോളിഡ് അത്ര. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ഡൈനാമിക്സിലോട്ടാണ് ടീം പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സലയുടെ അടുത്തുനിന്ന് ആ ഒരു എന്താ പറയുക ഗോളും അസിസ്റ്റും കൊടുക്കുന്ന ബേർഡൻ ഇപ്പോൾ ശരിക്കും ഷെയർ ചെയ്തു. അപ്പോൾ അതാണ് നടന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ ബ്രോഡ് മുമ്പ് ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, സലേനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിയർ ഒരു നോൺ എക്സിസ്റ്റൻ്റ് ആണ് ഞങ്ങളുടെ ടീം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒപ്പോണൻസിന് ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. ഞാൻ പറഞ്ഞില്ലേ, സലേനെ മാർക്ക് ചെയ്യുന്ന പോലെ അല്ല. സല ഒരു പരിധി വരെ വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഡു. പക്ഷേ വേർഡ്സ് അങ്ങനെ അല്ല. ഇറ്റ്സ് എ ക്രിയേറ്റർ, എലീറ്റ് ലെവൽ ക്രിയേറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ഡൈനാമിക്സ്, ഗെയിമിന് ഫുൾ ഒരു വേറെ ഡൈനാമിക്സ് ആണ്. ഇപ്പോൾ വന്ന ഒരു ഫ്രിംപോങ് ആണെങ്കിലും കർക്കിസ് ആണെങ്കിലും ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന പോലെ, കഴിഞ്ഞ സീസണിൽ കളിച്ച പോലെ അല്ല ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. ഗുഡ് ന്യൂസ് ബ്രോ. അതുപോലെ തന്നെ ജെയ്മി ഫ്രിംപോങ്ങിന് നിങ്ങൾ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ട് ഈ പൈസക്ക് പ്ലേയേഴ്സിനെ മേടിക്കുന്നത്? കാരണം നമ്മളൊക്കെ പോകുമ്പോൾ 60-70 മില്യൺ കുറഞ്ഞ റിലീസ് ക്ലോസ് ഉള്ള പ്ലേയേഴ്സിനൊന്നും ആ ലിസ്റ്റ് കിട്ടുന്നില്ല. ഇവർ വളരെ കൂളായിട്ട് പോയി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ടെക്നിക്കൽ എബിലിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ട്രെൻഡ് പോയ സ്ഥിതിക്ക് 6 പൊസിഷനിൽ എനിക്ക് തോന്നുന്നു എന്തായാലും കളിക്കാൻ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ള പ്ലെയർ ആണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗുഡ് ഡീൽ. ഞാൻ വിചാരിച്ചു പ്രീമിയർ ലീഗിൽ മറ്റേത് ടീം വന്നിട്ട് ഒന്ന് പുഷ് ചെയ്ത് നോക്കും, ഒരു ബിഡിങ് വാറിലേക്ക് പോകും. പക്ഷെ ഒന്നുമില്ല, വളരെ കൂളായിട്ട് നിങ്ങൾ പോയി സൈൻ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. അതെ, അത് ഇതിൽ വലിയ കോമഡി എന്താ വെച്ചാൽ 29 മില്യൺ പൗണ്ട്സ് എങ്ങാണ്ടാണ് റിലീസ് ക്ലോസ്. അത് തന്നെ ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റിലാണ് കൊടുക്കുന്നത്, 29 മില്യൺ പൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് എടുത്തു എന്ന് എനിക്കറിയില്ല. ആൻഡ് ഫ്രിംപോങ്ങിന് ലാസ്റ്റ് ഇയർ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ വിത്തൗട്ട് അവിടെ ട്രെൻഡ് ഉണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഹിസ് മോർ ദൻ എ റൈറ്റ് ബാക്ക് ഫ്രിംപോങ്. ഞാൻ പറഞ്ഞില്ല, അതും ട്രെൻഡിനേക്കാളും പോളാർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒരു പ്ലെയറാണ് ഫ്രിംപോങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല, അത് 2 ഇൻറ്റൻഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ് അതൊരു ഡാഷിങ് അത്ലറ്റിക് റൈറ്റ് ബാക്ക് എന്നുള്ളത്. സെക്കൻഡ് തിങ് സാല അഫ്കോണിന് പോകും ഈ സീസണിൽ. സോ ഹി ക്യാൻ പ്ലേ ഇൻ ദ വിങ്. ഫ്രിംപോങ് വിങ്ങിലൊക്കെ ഈസി ആയിട്ട് കളിക്കും. സിറ്റി അക്കാഡമി ഗ്രാജുവേറ്റ് ആണ്. സോ ഹിൽ ബി വെരി ഗുഡ്. ഹീ ഈസ് വെരി ഗുഡ്. അങ്ങനത്തെ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുൾ ബാക്കാണ്. ഇപ്പോൾ ആൾക്കാർ പറയും വിങ് ബാക്ക് അല്ലേ, ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. പക്ഷേ സിറ്റി അക്കാഡമിയിലും സെൽറ്റിക്കിലൊക്കെ ഫുൾ ബാക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ചില പ്ലെയേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ മതി, ആ പ്ലെയേഴ്സ് അവിടെ ഉണ്ടായാൽ മതി. ആ ഒരു ഇൻറ്റൻസിറ്റി കൊടുത്താൽ തന്നെ ഐ തിങ്ക്
കാര്യങ്ങൾ സോർട്ടഡ് ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മതി, ആ ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻറ്റ് മതി. അപ്പോൾ അത് ഫ്രിംപോങ്ങിനുണ്ട് ആൻഡ് ഹീൽ ഡു ഇറ്റ്. ആൻഡ് ഇവൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. വി എഫ് സാല ദർ, സാലയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ബ്രാഡ്ലി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ഫ്രിംപോങ് ടു സ്റ്റാർട്ട്. അപ്പോൾ നല്ല ഫുൾ ബാക്കാണ്, അത്രയും കാലിബറുള്ള ഫുൾ ബാക്കാണ്. പിന്നെ അങ്ങനത്തെ ഒരു വേറെ ലെവൽ ആറ്റിറ്റ്യൂഡുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിയുടെ വന്നിട്ട് അനൗൺസ്മെൻറ്റ് വീഡിയോയിലൊക്കെ തന്നെ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഈസ് ഗുഡ്. ഒരു റോബർട്ട്സൺ മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ വേണം. അതെ, ഇപ്പോൾ ഞാൻ രണ്ടുപേരെ പറ്റി ചോദിക്കാൻ പോകുമായിരുന്നു. എന്താണ് ന്യൂനേസിന്റെ സിറ്റുവേഷൻ? ന്യൂനേസ് ഏതാണ്ട് പോകുന്ന ഉറപ്പായി കഴിഞ്ഞ് ഇപ്പോൾ നാപ്പോളി ആയിട്ടൊക്കെ ലിങ്ക് വരുന്നുണ്ട്, സൗദിയിലേക്ക് നിന്ന് ലിങ്ക് വരുന്നുണ്ട്. അതേപോലെ റോബർട്ട്സണും ഏതാണ്ട് മറ്റ് ക്ലബ്ബ്, ഏത് ക്ലബ്ബ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും സ്റ്റേ ബാക്ക് ചെയ്യുന്ന വല്ല സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സമ്മറിൽ തന്നെ പോകുന്നാണോ വിചാരിക്കുന്നത്? ന്യൂനസ് എന്തായാലും പോകും. ന്യൂനസ് പ്ലാൻസിലില്ല സ്ലോട്ടിൻ്റെ, അത് ക്ലിയർ ആയിരുന്നു, വെരി വെരി എവിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നൊരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോൾ തന്നെ ക്ലിയർ ആയിരുന്നു ഹീസ് നോട്ട് ദർ. ഞാൻ ബ്രോഡ് കഴിഞ്ഞ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഇഫ് ജോട്ട ഓർ ലൂയിസ് ഡിയാസ് ആരെങ്കിലൊക്കെ നയനെങ്ങാനും കളിച്ച് ആ ഒരു ഫോമിലായി കഴിഞ്ഞാൽ ന്യൂനസ് ഔട്ട്. അത് തന്നെ നടന്നു. അപ്പം ന്യൂനസ് കുഡൻ പ്രൂവ് ഹിംസെൽഫ്. അത് ഈ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റി ആയിട്ട് മാച്ച് ആവാത്തതാണ്. അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല, ഈ ലീഗിന് വേണ്ട ഒരു പ്ലെയർ അല്ല. സോ ഇറ്റ്സ് ബെറ്റർ. സെറിയാലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസ് ഗോണ സ്കോർ ലോട്ട് ഓഫ് ഗോൾസ്, നല്ല മറിച്ച് ഗോൾ അടിക്കും. അപ്പോൾ എനിക്കൊന്ന് വിൽ സെലും നോ ചാൻസ് ന്യൂനസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂനസ് വിൽ നോട്ട് സ്റ്റേ. അപ്പോൾ നമ്മൾ നമ്പർ 9 നോക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, വിൽ സെൽ ന്യൂനസ്. ആൻഡ് റോബർട്ട്സൺ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈ പ്രൊഫൈൽ ലെഫ്റ്റ് ബാക്കാണ് വരുന്നത്, കർക്കസ് ആണ് വരുന്നത്. പ്രീമിയർ ലീഗ് പ്രൂവൺ ലെഫ്റ്റ് ബാക്ക്, ഫുൾ ബാക്കാണ്. അപ്പോൾ 31 years ഓൾഡ് റോബർട്ട്സൺ ഒരിക്കലും ബെഞ്ചിലിരിക്കില്ല ഒരു യങ്സ്റ്റർ ലെഫ്റ്റ് ബാക്കിന് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു പോവും, ഹിൽ ലീവ്. കാര്യം അത്ര ഇപ്പോൾ ഒരു 5 minutes മുമ്പ് ന്യൂസ് വരാൻ തുടങ്ങി, പേഴ്സണൽ ടേംസ് അഗ്രി ആയി അത്ലറ്റിക്കുമായിട്ട്. അപ്പോൾ ഹിൽ ലീവ്. അപ്പോൾ എനിക്കത് തോന്നുന്നു റോബർട്ട്സൺ പോവും, നിറച്ച് പേര് പോവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ലോട്ടിൻ്റെ ഫെയ്നോർദിൽ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ 12-13 പേരെ ഹി സോൾഡ്, 13-14 പീപ്പിൾ, എന്നിട്ട് 8-9 ആൾക്കാരെ കൊണ്ടുവന്നു അവിടെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു മാസീവ് ക്ലിയർ ഔട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത്ര ആൾക്കാരെ തന്നെ കൊണ്ടുവന്നാൽ മതി, അത്രയേ ഉള്ളൂ. അത്ര ഒന്നല്ല, ഐ മീൻ കുറേ പേര് പോകും. ഇപ്പോൾ അക്കാഡമിയിലുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്, ഫ്രഞ്ച് പ്ലേയേഴ്സ് ഉണ്ട്, അവരെയൊക്കെ വിടും. ആവി എലിയട്ട് വിൽ ലീവ്, ചിയസ വിൽ ലീവ്, ഡിയാസ് ഗ്യാക് പോലെ ഒരാൾ ചിലപ്പോൾ പോവും, പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഒരു കോൺസ ചിലപ്പോൾ പോവും, ചിലപ്പോൾ ഗോമസ് പോവും, കെലഹർ ഓൾറെഡി പോയി. ഇപ്പോൾ നിറച്ച് പേര് പോവും. ഐ മീൻ ഈ പറയുന്ന പ്ലേയേഴ്സ് ഒന്നും സ്ലോട്ടിന് താല്പര്യമില്ല. സ്ലോട്ട് അതുകൊണ്ടാണ് ഒരു പോയിന്റിൽ നമ്മൾ ബ്രോഡ് ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. കാര്യം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് പുള്ളിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്ലേയേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത പ്ലേയേഴ്സാണ് ടീമിൽ. അപ്പോൾ ദേ ലീവ്. അതിനൊരു വീൽ സെൽ. നമ്മുടെ ബുക്സ് ഒക്കെ ഓൾറൈറ്റ് ആണ്. വി ഹാവ് ഹ്യൂജ് റൂം ഫോർ ഗുഡ് സൈനിങ്സ്. കാര്യം കഴിഞ്ഞ സമ്മറിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വിൽ ഹാവ് ഹ്യൂജ് റൂമാണ്. കാര്യം നിറച്ച് വേജ് പോകും. ട്രെൻറ്റിൻ്റെ വേജ് ഓൾറെഡി പോയി. റോബർട്ട്സൺ തന്നെ ഹീസ് ഏർണിങ് 150K per week. അപ്പോൾ അതൊക്കെ പോകും, വേജ് പോകും, എല്ലാം പോകും. വിൽ സെൽ പീപ്പിൾ. നിറച്ച് പേര് വരും. റൂമേഴ്സ് അങ്ങനെ കേൾക്കുന്നത്. അക്കോർഡിംഗ് ടു സെയിൽസ് വിൽ ഹാവ് ഗുഡ് റീപ്ലേസ്മെന്റ്സ് കേൾക്കുന്നു. ബ്രോ, ലൂയിസ് ഡിയാസും ബാഴ്സലോണയായിട്ട് ഒരു ഇനീഷ്യൽ ഡിസ്കഷനൊക്കെ നടന്നിട്ടായിരുന്നു. പക്ഷെ ഭയങ്കര പ്രൈസ് ടാഗ്. എനിക്കറിയില്ല, പുള്ളി ഒരു ഹാഫ് മൈൻഡഡ് ആണ്. പുള്ളി ലിവർപൂളിന് പുഷ് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ല. പക്ഷെ അത്ര പൈസക്ക് സൈൻ ചെയ്യാൻ ബാഴ്സക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളി ഒരു ഹാഫ് മൈൻഡിൽ നിൽക്കുകയാണ്. ഓക്കെ, ഈസ് ഹാപ്പി വിത്ത് ലിവർപൂൾ, നല്ല ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ പോകാനും ഓക്കെയാണ്. അവിടെയാണെങ്കിൽ അവര് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്നുണ്ട്. ഇപ്പോ നിക്കോ വില്യംസിനെ ഒരു ഓൾമോസ്റ്റ് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ പോകുന്ന ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരെ ലൂയിസ് ഡിയാസിനെ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ സൈൻ ചെയ്യുന്നത്. എന്താണ് ബ്രോയുടെ ഒരു അഭിപ്രായം? എന്താണ്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവർക്ക് ചീപ്പർ ഓപ്ഷൻ ഇപ്പോൾ നിക്കോ വില്യംസ് അവിടെ വേജ് കട്ട് എടുക്കാൻ റെഡിയാണ് ആ ബാഴ്സലോണയിൽ ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഹീൽ ഗോ ദർ. കാര്യം ഏറ്റവും ഫീസിബിൾ ഓപ്ഷൻ അതല്ലേ. കാര്യം നിക്കോ വില്യംസ് ആണ്. ഇപ്പൊ ലൂയിസ് ഡിയാസിന്റെ, ഞാൻ പറഞ്ഞില്ല, ലൂയിസ് ഡിയാസിന്റെ എന്താണ് ലൈഫ് ഗോളാണ് ബാർസലോണ കളിക്കുന്നത്. അവന്റെ ഡ്രീമാണ്. അപ്പോൾ ബാർസലോണ വാണ്ട്സ് ഹിം ടു പുഷ് ഫോർ എ മൂവ് ബിഫോർ നിക്കോ വില്യംസിന്റെ ടേംസ് വരുന്നതിന് മുമ്പ്. അപ്പോൾ ദേ വാണ്ടഡ് ഹിം ടു പുഷ് ഫോർ എ മൂവ്. അപ്പോൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് ഫീ കുറയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കാര്യം വി ആർ ഡിമാൻഡിങ് എ ഫീ. കാര്യം സൗദി അവിടെ ഉണ്ട്, സൗദി സ്റ്റിൽ ദർ. സൗദിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിയാസിനും പോസിറ്റീവ് ആണെന്നാണ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 71 million pounds അടുത്തുള്ള ബിഡാണ്. ദർ റെഡി വിത്ത് ഇറ്റ്. ബിഡ് വന്നിട്ടില്ല. ആ ബിഡ് അവിടെ ഉള്ളപ്പോൾ വി ആർ നോട്ട്, ബാഴ്സലോണയുടെ അടുത്ത് നമ്മൾ എന്തായാലും 50-60 million ചോദിക്കും, അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ആൻഡ് ഇപ്പം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വെച്ച് ഡിയാസിന് പോകണമെന്നില്ല. അതാണ്.
അപ്പോൾ ഇത്ര നിർബന്ധമായിട്ട് ഇവിടുന്ന് പോകണമെന്നില്ല. ഈസ് ഗോട്ട് 2 ഇയർ കോൺട്രാക്ട് ലെഫ്റ്റ്. പക്ഷേ വേജ് കുറവാണ്. ബാർസയിൽ ചെന്നാലും അവന് ഇത്ര വേജ് ഒന്നും വേണമെന്നില്ല. ഹിസ് റെഡി ടു ടേക്ക് എ പേ കട്ട് ദർ. ഇവിടത്തേക്കാളും പേ കട്ട് എടുക്കാനൊക്കെ റെഡിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഫ് ഹി വോണ്ട്സ് ടു സ്റ്റേ നിൽക്കട്ടെ. ഞാൻ മുമ്പത്തെ ഡിസ്കഷനിൽ പറഞ്ഞു ഡിയാസ് പോകണേ പോട്ടെ എന്ന്. പക്ഷേ ഡിയാസിന് നിൽക്കണം എന്നാണെങ്കിൽ ലെറ്റ് ഹിം സ്റ്റേ. അല്ലാണ്ട് എന്താ പറയുക, കാര്യം സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ കുറേ നമ്പേഴ്സ് തന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഇഫ് ഹി വോണ്ട്സ് ടു സ്റ്റേ ലെറ്റ് ഹിം സ്റ്റേ. നമുക്ക് ഫോഴ്സ് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പ്ലെയർ. ഇപ്പോൾ സൗദി പോകണം എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 28 ഇയർ ഓൾഡാണ്. 71 മില്യൺ കിട്ടിയ ക്ലബ് വിൽ ബി റെഡി ടു സെൽ. എന്തായാലും സെല്ലിയാൻ റെഡി. അപ്പോൾ ആരാണെങ്കിലും, അല്ലെങ്കിൽ യു ഷുഡ് ബി ആസ് എലീറ്റ് എസ് സാല. 150 മില്യൺ ബിഡ് വന്നിട്ട് നമ്മൾ സെല്ല് ചെയ്തില്ല അൽ-ഇത്തിഹാദിലോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിയാസിന് ബിഡ് വന്നാൽ പേഴ്സണൽ ടേംസ് അഗ്രി നമ്മൾ ഫോഴ്സ് ഒന്നും ചെയ്യില്ല. കാര്യം ക്ലിയർ ആണ്, കോൺട്രാക്ട് ടോക്സ് ഒന്നും നടത്താൻ പോകുന്നില്ല. 2 ഇയേഴ്സ് ആകുമ്പോൾ ഹി ലീവ് ഫോർ ഫ്രീ. അപ്പോൾ അതിലും ഭേദം 28 ഇയർ ഓൾഡ് 71 മില്യൺ ബിഡ് വന്നാൽ ഹി ലീവ്. എങ്ങാനും ഇതൊന്നും വന്നില്ലെങ്കിൽ അവിടെ വേറെ സിറ്റുവേഷനുള്ള ഗ്യാപ്പോ ആണ്. കാര്യം ബയൺ വോൺസ് ഗ്യാപ്പോ. അവരുടെ ടാർഗറ്റ് ആയിരുന്നല്ലോ നിക്കോ വില്യംസിനെ കിട്ടില്ല. സോ ദിൽ ബി ദെയർ ഫോർ ഗ്യാപ്പോ. അതെന്താവും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഡിയാസിനേക്കാൾ അൺസർട്ടൺ ഇപ്പോൾ ഗ്യാപ്പോ ആണ്. കാര്യം വലിയൊരു സമ്മർ എനിക്ക് കിടപ്പുണ്ട്. എന്ത് നടക്കുന്ന അറിയില്ല. ഭയങ്കര ഡെസ്പെറേറ്റ് ആണ് വേർഡ്സിനെ കിട്ടാത്തതുകൊണ്ട്. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കെലഹറിനെ പറ്റിയിട്ട് ചോദിക്കാണ്ട് പോകാൻ പറ്റില്ല. പുള്ളി എനിക്കൊന്ന് ക്വാളിറ്റി കീപ്പറാണ്, അതിൽ യാതൊരു സംശയമില്ല. കിട്ടിയ അവസരത്തിലൊക്കെ പുള്ളി കിഡിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി അലിസൺ ബക്കർ ഇഞ്ചുറി ആയ സമയത്തൊക്കെ നമ്മൾ കെലഹറിനെ പറ്റിയിട്ട് ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. സേവ് ആയാലും പുള്ളിയുടെ പൊസിഷനിങ് ആയാലും അതൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബക്കർ ഉള്ള സമയത്ത് പുള്ളിക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഗുഡ്. പക്ഷെ പുള്ളിയുടെ കരിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് വേറെ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് പുള്ളി പോയിട്ടുള്ളത്. എന്താണ് ബ്രോ പറയാനുള്ളത്? പുള്ളി എനിക്ക് തോന്നുന്നു കരിയർ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് മൂവ് ആണ്. പക്ഷെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്കപ്പ് കീപ്പർ അവിടെ വെച്ച് പുള്ളിയുടെ കരിയർ ഇല്ലാതാക്കാൻ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കും പുള്ളി ചൂസ് ചെയ്തിട്ടുള്ളത്. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഹീസ് ടു ഗുഡ് ടു ബി എ സെക്കൻഡ് ഓപ്ഷൻ. അത് അങ്ങനെയാണ്. എനിക്ക് പക്ഷേ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ തോമസ് ഫ്രാങ്ക് ഒക്കെ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ പുള്ളി ടോട്ടനമിൽ വരണമെന്നായിരുന്നു. കാര്യം ഹി വാസ് പെർഫെക്റ്റ് ഫോർ ഫ്രാങ്കിന് പറ്റിയ കീപ്പറാണ്. അപ്പോൾ ടോട്ടനമിന് ഇപ്പോൾ അണ്ടർ ഫ്രാങ്ക് നല്ലൊരു കീപ്പർ ആയേനെ. എനിക്കതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ ബ്രെൻഫോർഡ് നല്ലൊരു ക്ലബ്ബാണ്. ദിൽ ബ്രിങ് എ ഗുഡ് മാനേജർ. അവർ ഫ്രാങ്കിനെ കണ്ടുപിടിച്ച പോലെ അവർ വേറൊരു മാനേജറെ കൊണ്ടുവരും. ആൻഡ് ആ ടീം അവിടെ ഉണ്ട്. വിൽ ബി വെരി ഗുഡ്. നല്ലൊരു മൂവാണ്, വെരി ഗുഡ് മൂവ്. ഇപ്പോൾ ഒരു 2 വർഷത്തിലൊക്കെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ വേറൊരു ബിഗ് ക്ലബിൽ കംഫർ, പ്രീമിയർ ലീഗിലോ പുറത്തുനിന്നോ അവിടെ നിലയിൽ. കാര്യം ഓരോ വർഷം കഴിയുന്തോറും കീപ്പർ മാർക്കറ്റ് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നന്നായിട്ട് കളിക്കുന്ന കീപ്പർ നാളെ നന്നായിട്ട് കളിക്കില്ല. സോ മാർക്കറ്റിൽ കീപ്പേഴ്സ് ഭയങ്കര കുറവാണ്. ഉള്ള കീപ്പേഴ്സ് ആർ വെരി എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ടോപ്പ് ലെവൽ ഹൈ ഡേറ്റ വൈസ് ഒക്കെ നോക്കുമ്പോൾ ആ ടോപ്പിൽ കിടക്കുന്ന കീപ്പേഴ്സിനൊക്കെ 70 മില്യനൊക്കെ ചോദിക്കുന്നു. സോ അതൊന്നും കൊടുത്താരും കൊണ്ടുവരില്ല. അപ്പോൾ അവൻ്റെ കരിയറിന് അതാണ് ബെസ്റ്റ്. അപ്പോൾ ഹി ലെഫ്റ്റ്. 1 വർഷം കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഓൾറെഡി 2 വർഷം എക്സ്പ്രസ് ചെയ്താണ് ഹി വോണ്ട്സ് ടു ലീവ്. കഴിഞ്ഞ സമ്മറിൽ വിട്ടില്ല നമ്മൾ. അപ്പോൾ ബ്രെൻഫോർഡായിട്ട് നല്ല റിലേഷനുമാണ്. ദേ വോണ്ടഡ് എ കീപ്പർ. കാര്യം അവിടുന്ന് ഫ്ലെക്കൻ പോയല്ലോ. അപ്പോൾ എക്സാക്റ്റ് ആണ്. നമ്പർ 1, പ്രോപ്പർ നമ്പർ 1 ആണ്. അവിടെ നമ്പർ 1 ആയിട്ട് തന്നെ കളിക്കും. ഇറ്റ്സ് ഗുഡ്. നല്ലതാണ്. അവൻ്റെ കരിയറിന് അതാണ് നല്ലത്. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവും, ആരൊക്കെ പോവും ആരൊക്കെ വരുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. ബൈ. ബൈ.